തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മികച്ച പോളിംഗ് ശതമാനമാണ്. പോളിംഗ് ശതമാനം 70 കടന്നു. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഈ 7 ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. ഒപ്പം 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൻ്റെ അവസാന ഘട്ടം ഏതാണ്ട് ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് ഒന്നാം ഘട്ട പോളിംഗ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട പോളിംഗ് അവസാനിക്കുന്നതിനായി ബാക്കിയാകുന്നത്. നമുക്കറിയാം, 1 മാസത്തോളം നീണ്ടുനിന്ന കണക്കുകൂട്ടലുകൾ, ആവേശം, പോരാട്ടം, പ്രചരണം ഇതെല്ലാം അതിൻ്റെ ജനവിധിയായി വോട്ടെടുപ്പായി അവസാനിക്കുകയാണ്. ഇതുവരെയുള്ള മണിക്കൂറുകൾ മനസ്സിലാക്കുമ്പോൾ സമാധാനപരമായ രീതിയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും സമാധാനപരമായ രീതിയിൽ പോളിംഗ് പുരോഗമിച്ചു. ഈ അവസാന മിനിറ്റുകളിൽ എങ്ങനെയാണ് ചിത്രം? അതായത് സ്വപ്ന, ഈ 7 ജില്ലകളിൽ ഒന്നാം ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ പോളിംഗ് ഔദ്യോഗികമായി തന്നെ പോളിംഗിന് അവസാനിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം 6 മണി, കൃത്യം 6 മണിയായിരിക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും ഈ പോളിംഗ് അവസാനിക്കുമ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം, 5 മണിക്ക് ലഭിക്കുന്ന വിവരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 6 മണി വരെയുള്ള ഇതുവരെയുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരം അനുസരിച്ച് 70% കടന്നിരിക്കുകയാണ് പോളിംഗ്. 70% പോളിംഗ് കടന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. കഴിഞ്ഞ 2020 അപേക്ഷിച്ച് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. ഈ 7 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ, അതായത് 75% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളത്തും അതോടൊപ്പം ആലപ്പുഴയിലുമാണ്. താരതമ്യേന പോളിംഗ് കുറവ് 65-66% എന്ന രീതിയിലാണ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പോളിംഗ്. എന്നാലും ഔദ്യോഗികമായ പോളിംഗിന്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു കണക്ക് വിവരം പറയുന്നത്. എങ്കിൽ പോലും 70%-ലേറെ പോളിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ആദ്യ കണക്കുകൾ പ്രകാരം 70% പിന്നിടുന്നു എന്ന് പറയുന്നത് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്, മികച്ച പോളിംഗ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഈ പോളിംഗ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഭീമാവള്ളി വാർഡിലാണ്. ഭീമാവള്ളി വാർഡിലെ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ദൃശ്യങ്ങൾ കാണാം, നിര തന്നെയാണ്, അതായത് തിരക്കാണ്, നീണ്ട നിര ഇവിടെ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ലിപ്പ് പോലീസിനെ കാണാൻ കഴിയും. സുരക്ഷ ഉദ്യോഗസ്ഥർ, പോലീസൊക്കെ നിയന്ത്രിക്കുകയാണ്. കാരണം സ്ലിപ്പ് എടുത്ത് അകത്ത് കയറിയവർ, ടോക്കൺ എടുത്ത് അകത്ത് കയറിയവർക്ക് മാത്രമാണ് അവസാനം വരെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സമയം നൽകുന്നു. അതിന് അനുവദനീയമാണ്. അതിനപ്പുറത്തേക്ക് പ്രധാന ഗേറ്റൊക്കെ ക്ലോസ് ചെയ്യാനായി പോലീസുകാർ കൃത്യമായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ ഈ 6 മണിക്ക് ശേഷവും നീണ്ട നിര കാണുന്ന ബൂത്തുകളിലൊക്കെ തന്നെയും ഈ പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ്. കർശനമായ നിയന്ത്രണമാണ് പോലീസ്. പ്രധാന ഗേറ്റൊക്കെ അടച്ചിരിക്കുന്നു. സ്ലിപ്പ് എടുത്തവർ മാത്രമാണ് അകത്തുള്ളത്, പ്രവേശനമുള്ളത്. അല്ലാത്തവരെയൊക്കെ തന്നെയും പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. തീർച്ചയായും ഏതാണ്ട് പോളിംഗ് അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പിന്റെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് അകത്ത് കയറി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്തെ ഒരു പോളിംഗ് ശതമാനം? നമുക്ക് കൃത്യമായി പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഇതുവരെ പോളിംഗ് എവിടെയാണ് രേഖപ്പെടുത്തിയത്? കുറവ് എവിടെയാണ്? ഈ പോളിംഗ് പാറ്റേണിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? രാവിലെ പലയിടത്തും ചിലയിടങ്ങളിൽ മന്ദഗതിയിലായിരുന്നു, പക്ഷേ ചിലയിടങ്ങളിൽ രാവിലെ തന്നെ നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയവരുണ്ട്. ഉച്ചയ്ക്കൊരു സ്ലോനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് കൂടുതൽ ആളുകൾ. ആ ഒരു പാറ്റേൺ ഒന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഈ 6 മണിക്ക് ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 7 ജില്ലകളിൽ എറണാകുളത്തും ആലപ്പുഴയിലുമാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്തും ആലപ്പുഴയിലും 72-73% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറവ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ്. തിരുവനന്തപുരത്ത് 65%. ഈ 2 ജില്ലകളിലും ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കാണ്. പക്ഷേ എങ്കിൽ പോലും അത് അന്തിമമായൊരു കണക്കല്ല. അന്തിമമായ കണക്ക് നോക്കുമ്പോൾ ഒന്നാം ഘട്ടത്തിൽ 70%-ലേറെ ഈ 7 ജില്ലകളിലും വോട്ടിംഗ്, അതായത് പോളിംഗ് 70%-ലേറെ കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ തുടക്കത്തിൽ സ്വപ്ന ഈ 7 മണിക്ക് നമ്മൾ ബൂത്തുകൾ വന്നപ്പോൾ, രാവിലെ 7 മണിക്ക് ബൂത്തിൽ വന്നപ്പോഴൊക്കെയും തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിലൊക്കെ 6:30 മുതൽ, അതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം 6:30 അദ്ദേഹത്തിന്റെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ഒരു 6:45 ആയപ്പോൾ തന്നെ എല്ലാ ബൂത്തുകളിലും നീണ്ട ഒരു ക്യൂ പ്രത്യക്ഷപ്പെട്ടു. 7 മണി 7:30 ആയപ്പോൾ വലിയ ക്യൂ തന്നെയാണ്. അത് നഗരഭാഗങ്ങളിലാണ്. പക്ഷെ അപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് തീരപ്രദേശങ്ങളിലും ഒക്കെ തന്നെയും ഒരു
പകൽ ഉച്ചവരെയും എല്ലാ ബൂത്തുകളിലും കനത്ത ക്യൂ. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഈ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലും സമാന സ്ഥിതി തന്നെയായിരുന്നു. അത് വലിയൊരു തള്ളിക്കയറ്റം ആ സമയത്തുണ്ടായിരുന്നു. ഈ ക്യൂ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വോട്ടർമാരുടെ നീണ്ട നിര എന്ന് പറയുന്നത് പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടത് സ്വാഭാവികമാണ്. നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെയും ഉദ്യോഗസ്ഥരാണ്, അവരൊക്കെ തന്നെ ആദ്യമേ വന്ന് സമ്മേളനം നിർവഹിച്ചിട്ട് പിന്നീട് അവരുടെ മറ്റ് ജോലികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനുശേഷം പക്ഷേ ഈ തീരപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, മത്സ്യമേഖലകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ പകലധികം വന്ന് ഒരു തള്ളിക്കയറ്റം അവിടെ ഒന്നും കാണാനില്ല. കാരണം അത് ജോലി കഴിഞ്ഞ് പിന്നീട് ഒരു 4 മണിക്ക് ശേഷമാണ് അത്തരത്തിൽ തീരമേഖലകളിലൊക്കെ തന്നെയും ബൂത്തുകളിൽ പലയിടത്തും ഈ ക്യൂ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭീമാവള്ളി വാർഡിൽ പോലും സമാനമായ ഇതൊരു തീരമേഖലയുമായി ബന്ധപ്പെട്ട വാർഡ് തന്നെയാണ്. ഇവിടെയും സമാന സ്ഥിതിയാണ്. അതാണ് ഈ ക്യൂ ഒക്കെ നീണ്ട ക്യൂ ഇപ്പോഴും ബൂത്തുകളിലൊക്കെ കാണാൻ കഴിയുന്നതും. പൊതുവെ ഈ തുടക്കം മുതലേ ഉണ്ടായ ഈ നീണ്ട നിര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൂത്തുകളിലെ നീണ്ട ക്യൂ, 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം 3 മുന്നണികളും തങ്ങൾക്ക് അനുകൂലമായ വോട്ടെടുപ്പായി അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ ജനവിധിയായി മാറുമെന്നുള്ള കൃത്യമായ കണക്കുകൂട്ടൽ തന്നെയാണ് 3 മുന്നണികളും. പ്രത്യേകിച്ച് രാവിലെ മുതൽ തന്നെയും ഈ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ കത്തി നിൽക്കുമ്പോഴും ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് 3 മുന്നണികളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നിൽക്കുന്ന വാർഡ് പോലും കോർപ്പറേഷൻ വാർഡാണ് ഭീമാവള്ളി. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം, ഇവിടെ BJP LDF ആണ് ഭരിക്കുന്നത് എങ്കിൽ പോലും 40 വർഷമായി LDFന്റെ കയ്യിലാണെങ്കിൽ പോലും BJP പ്രതിപക്ഷത്ത് നിൽക്കുന്നുണ്ട്. BJP ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയും കൃത്യമായ ഒരു ഏറ്റവും അധികം മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് ഇന്ന് രാവിലെ BJPയുടെ ഒരു മേയർ സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാട്ടിയ ഷീലേഖയ്ക്കെതിരെ രാവിലെ മുതൽ തന്നെ ഒരു വലിയ രീതിയിലൊരു വിമർശനം ആരോപണം രംഗത്തുനിന്ന് ഒടുവിൽ അത് CPM തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ കൃത്യമായ ലംഘനം സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുണ്ട്. അതായത് പ്രീപോൾ സർവേ ഫലം തൊട്ട് തലേന്ന് തന്നെ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷന് BJP NDA വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രീപോൾ സർവേ ഫലം അത് പ്രസിദ്ധീകരിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പ്രകടമായ ലംഘനമാണ് ചൂണ്ടിക്കാട്ടി CPM പരാതി കൊടുക്കുന്നു. അതിനുശേഷം സൈബർ പോലീസിലേക്ക് ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല ഇപ്പോൾ ശ്രീലേഖ IPSനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പക്കൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കുമെന്ന് സൈബർ പോലീസിനൊക്കെ ഇപ്പോൾ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും ഇതിന്മേൽ ഉണ്ടാകാവുന്ന ഒരു നടപടി, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, എന്ത് നടപടിയാകും ഒരുപക്ഷെ ഉണ്ടാകും? ഒപ്പം ഈ വഞ്ചിയൂരൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഈ ട്രാൻസ്പേഴ്സണെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മൊത്തത്തിൽ സുഗമമായി തന്നെ തെരഞ്ഞെടുപ്പൊക്കെ മുന്നോട്ട് പോയി എങ്കിൽ കൂടിയും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുകയുണ്ടായി. അതായത് സ്വപ്ന, ഈ ഷീലേഖയ്ക്കെതിരെ ഈ പരാതി എന്ന് പറയുന്നത് അത് ഗൗരവത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. ആ പരാതിയുടെ വിശദാംശങ്ങൾ, അതായത് സൈബർ പോലീസിനാണ് ഈ പരാതി അന്വേഷണത്തിനായി നൽകിയിരിക്കുന്നത്. കാരണം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ രീതിയിൽ പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തണം. അത് ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു തന്നെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റ് BJP ഹാൻഡിലുകളിൽ നിന്നാണ് ഉണ്ടായത്. ഇതൊക്കെ കൃത്യമായി കണ്ടെത്തേണ്ടത് സൈബർ വിഭാഗമാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണം സൈബർ വിഭാഗത്തിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് നൽകിയതിനു ശേഷം കൃത്യമായ അച്ചടക്ക ലംഘനമാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് തുടർ നടപടികളിലേക്ക് പോകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയം BJP നേതാക്കൾ ആരും, സ്ഥാനാർത്ഥി ഉൾപ്പെടെ BJP നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്നാൽ മറ്റൊരു അനിഷ്ട സംഭവം ഈ സമയത്തുണ്ടായത് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ വാർഡിലാണ് വലിയ രീതിയിലൊരു സംഘർഷമുണ്ടായത്. അത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഒരു സംഘർഷം, അത് നേരിയ സംഘർഷമൊന്നും പറയാൻ സാധ്യമല്ല. കാരണം അത് BJPയുടെ ജില്ലാ നേതാക്കൾ അടക്കം തന്നെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ട്രാൻസ്ജെൻഡേഴ്സിനെ വോട്ടർ പട്ടികയിൽ ഇല്ലാതിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ വ്യാപകമായത് 100-ലേറെ കള്ളവോട്ട് വഞ്ചിയൂരിൽ വാർഡിൽ നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ളവരെ കളത്തിലിറക്കി, വോട്ടർ പട്ടികയില്ലാത്തവരെ കളത്തിലിറക്കി വോട്ട് രേഖപ്പെടുത്തി എന്ന് ആരോപിച്ച് BJP നേതാക്കൾ പ്രതിഷേധവുമായി വന്നു. പിന്നീട് അത് പോലീസിൽ അവർ പരാതി നൽകുന്നു. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ച ഇരട്ട വോട്ടെന്ന ആരോപണമൊക്കെയാണ് BJP ഉയർത്തുകയും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ സ്ഥിതി വേറെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു. കാരണം പോലീസിന് ഔദ്യോഗികമായി പരാതി കൈമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ പരാതി
കൂടി കൈമാറിയ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് പ്രശ്നങ്ങളുമാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുണ്ടായ ഏറ്റവും ഒരു അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതൊഴിച്ചു നിന്നാൽ ഈ 6 മണി വരെയും ഇപ്പോൾ എല്ലായിടത്തും വളരെ സമാധാനപരമായി തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോയിരിക്കുന്നത്. സമാനമായ സ്ഥിതി തന്നെയാണ്. ഈ 7 ജില്ലകൾ എടുക്കുമ്പോഴും ചെറിയ ചില അനിഷ്ട നീരസങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നത് അപ്പുറത്തേക്കൊരു വലിയ രീതിയിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങളോ അക്രമ സംഭവങ്ങളോ ഒന്നും ഉണ്ടാകാതെ തികച്ചും ശാന്തമായി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഈ ബൂത്തുകളിലെ നീണ്ട നിര അത് ഏതെങ്കിലും ബൂത്തിൽ ആ രീതിയിലുള്ള കയ്യേറ്റമോ അല്ലെങ്കിൽ വാക്കുതർക്കമോ അത്തരത്തിലുള്ള അക്രമ സംഭവത്തിലേക്ക് ഒന്നും പോകാതിരിക്കാൻ ഈ നീണ്ട നിര 6 മണിക്ക് ശേഷവും ഉള്ള എല്ലാ ബൂത്തുകളിലും പോലീസിന്റെ സുരക്ഷയിൽ തന്നെയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായ കാവൽ. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന വാർഡിൽ പോലും 6 മണിക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ ക്യൂ, ഈ സ്ലിപ്പ് കൊടുത്തവരും ടോക്കൺ കൈപ്പറ്റിയവരെ മാത്രമാണ് അകത്ത് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും പോലീസ് പുറത്താക്കി ഗേറ്റൊക്കെ അടച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അൺഫിൽറ്റാണ് ഏറ്റവും പുതിയ ചിത്രവുമായി ചേർന്നത്. ഇനിയുള്ള ഇന്നത്തെ ഈ രാത്രി കൂട്ടൽ കുറയ്ക്കൽ അതിൻ്റെയൊക്കെ ഒരു കണക്കുകളിലേക്കൊക്കെ തെക്കൻ കേരളത്തിൽ കാര്യങ്ങളൊക്കെ നീങ്ങും. എന്തായാലും 70% ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് 73 എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് മധ്യകേരളത്തിലെയും എറണാകുളത്തെയും അടക്കം വിശേഷങ്ങൾ അറിയാം. അശ്വതിയിലേക്കാണ്. അശ്വതി, ഇടതുവലത് മുന്നണികളൊക്കെ പ്രസ്റ്റീജ് പോരാട്ടമായി കണക്കാക്കുന്ന ജില്ലയാണ് എറണാകുളം. ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കണക്കനുസരിച്ച് 73%-ലേറെയായി 73+ ആയിരിക്കുന്നു വോട്ടിംഗ് ശതമാനം. ഈ ശതമാനക്കണക്ക് കൂടുമ്പോൾ എങ്ങനെയാണ് മുന്നണികളുടെ ഒരു പ്രതീക്ഷകൾ? 73.48% ഏറ്റവും ഒടുവിലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ശതമാനക്കണക്കാണ് ഉള്ളത്. പക്ഷേ അത് അന്തിമമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഇനിയും അത് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒരു 75%-ലധികമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഈ തവണയും ഭേദപ്പെട്ട പോളിംഗ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഏത് മുന്നണിക്കൊപ്പം നിൽക്കും എന്നതാണ് അറിയേണ്ടത്. പക്ഷേ ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ച് UDF-ന് ഒരു മുൻതൂക്കമുള്ള ജില്ലയാണ്. പക്ഷേ അത് ഇത്തവണ തിരുത്തു കുറിക്കും എന്നാണ് LDF-ന്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലും ഒപ്പം തൃപ്പൂണിത്തുറ അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിലടക്കം ഉള്ള ഇടങ്ങളിൽ BJP NDA വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലുവ നഗരസഭയിലടക്കം NDA വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലുവ നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും NDA സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അങ്ങനെ വലിയ പ്രതീക്ഷ എല്ലാ മുന്നണികൾക്കും ഉണ്ട് എന്നതായിരുന്നു. ഈ കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലവിൽ LDF ആണ്. പക്ഷേ മുൻപ് UDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കാം എന്നാണ് UDF-ന്റെ ഒരു പ്രതീക്ഷ. അത്തരം കണക്കുകൂട്ടലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഒരു കണക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ നിമിഷം വരെ കിട്ടിയിരിക്കുന്ന ഒരു കണക്കാണ്. അത് നോക്കുകയാണെങ്കിൽ കിഴക്കൻ മേഖലയിൽ റൂറൽ ഏരിയയിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ വാഴക്കുളത്ത് 80%-ലധികമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വലിയ ഒരു വോട്ടിംഗ് ശതമാനം തന്നെയാണ്. 80.14% വാഴക്കുളത്ത് വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വടവുകോട് മേഖലയിൽ 79.05% രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ 78.17%, കൂവപ്പടി മേഖലയിൽ 77.0%. അങ്ങനെ 80%-നോടടുത്ത വലിയ പോളിംഗ് ഈ മേഖലകളിലെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് മൂവാറ്റുപുഴയിലും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൂത്താട്ടുകുളം മേഖലയിൽ വലിയ പോളിംഗ് ശതമാനമുണ്ട്. അതായത് 80-നോടടുത്ത പോളിംഗ് ശതമാനമാണ് അവിടെയെല്ലാം ഉണ്ടായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ്റെ ഓരോ ഡിവിഷൻ ഏത് തരത്തിലാണ് എന്നതിൻ്റെ കണക്കുകൾ ഇനി വരാനുണ്ട്. പക്ഷേ അതിനോട് ഈ കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലും ഉള്ള അത്രയും വോട്ടിംഗ് ശതമാനം ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. പൊതുവിൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഒരു UDF മുന്നേറ്റമുള്ള ഭാഗങ്ങൾ തന്നെയാണ്. എന്തായാലും നമുക്ക് മൂവാറ്റുപുഴയൊക്കെ അതൊരു വലിയ രീതിയിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുന്ന മേഖലകളാണ്. എന്തായാലും ഇവിടെ 6 മണിക്ക് തന്നെ ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവിഷനുകൾ ഈ പോളിംഗ് ബൂത്തുകളിലൊന്നും തന്നെ അങ്ങനെ വലിയ ക്യൂ വൈകുന്നേരത്തോട് അവസാന 1 മണിക്കൂറിലൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിൽ
ബൂത്തുകളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുകയാണ്. വലിയ അനിഷ്ട സംഭവങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 72 ബൂത്തുകളായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഏറ്റവും ഈ സമയം വരെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 4 കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നാണ്. ഒന്ന് മരടിൽ, അവിടെ NDA സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ വോട്ട് മറ്റാരോ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഒരു ഡിവിഷനിൽ 2 വോട്ട്, നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ എടുത്തതാണ്, 2 കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട്. അതിൽ ടെൻഡർ വോട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീയാണ്, അവർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മറ്റാരോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ കള്ളവോട്ടുകൾ നടന്നിട്ടായതാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ പരാതിയായിട്ട് പോയിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് എല്ലായിടത്തും കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കൊച്ചി ഡിവിഷനിലടക്കം അല്പം മുൻപ് തന്നെ ACP ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള നിരീക്ഷണം ജില്ലയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം 73 എന്ന് പറയുമ്പോഴും അത് 74 എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും അവസാനത്തെ കണക്ക്, അതായത് 73.48 അത് ഒരു പക്ഷേ ഇനിയും ഒന്നുകൂടി എല്ലാ ഗ്രാമീണ മേഖലയിലെ എല്ലാം വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. തീർച്ചയായും അങ്ങേയറ്റം അഭിമാന പോരാട്ടം നടക്കുന്ന പ്രദേശം തന്നെയാണ്. നമുക്കറിയാം P. രാജീവും BD സതീശനുമായിരുന്നു എറണാകുളത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അടക്കം ചുക്കാൻ പിടിച്ചിരുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടന്നിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ സൂചന തന്നെയാണ്. കുറച്ചുകൂടി സമയം കഴിയേണ്ടി വരും കൃത്യമായ ഒരു കണക്കുകളിലേക്കൊക്കെ എത്താൻ. ചില മേഖലകളിൽ 80% അടുക്കുന്നു എറണാകുളം ജില്ലയിൽ പോളിംഗ് ശതമാനം എന്നതാണ്. മാത്രമല്ല 2020 V4 കൊച്ചി അങ്ങനെ സുപ്രധാനമായ നിരവധി ഘടകങ്ങൾ എറണാകുളത്തെ പോളിംഗ് ശതമാനത്തിനെ, വിജയത്തെ, സ്ഥാനാർത്ഥികളുടെ വിജയത്തെയൊക്കെ സ്വാധീനിക്കുന്നു. മാറി മാറി മുന്നണികളെ പരീക്ഷിക്കുന്ന ജില്ലയാണ്. ഇത്തവണ ആരെ എറണാകുളം തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്ക് 13-ാം തീയതി അറിയാം. അശ്വതിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തീർന്നിരിക്കുന്നത്. 6 മണി കഴിഞ്ഞിരിക്കുന്നു. വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഈ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രം, ബാക്കി നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇനി വോട്ട് ചെയ്യാനുള്ള ഒരു അനുവാദം പോളിംഗ് ഓഫീസേഴ്സ് നൽകിയിരിക്കുന്നത്. തുടർ നടപടികളിലേക്കൊക്കെ അവർ കടന്നിരിക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ഈ പറഞ്ഞതുപോലെ പോളിംഗ് വോട്ടെടുപ്പെല്ലാം അവസാനിച്ചു. പക്ഷേ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന, 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ കൊട്ടിക്കലാശം കളറാക്കുകയാണ് മുന്നണികളെല്ലാം. വിനീഷ് ചേരുന്നു. വിനീഷ്, മറ്റന്നാൾ വോട്ടെടുപ്പാണ് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ. ആവേശം എത്രത്തോളം കൊട്ടിക്കയറി ഈ ഒരു കലാശക്കൊട്ടിൽ? സ്വപ്ന, ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണുള്ളത്. ഏതായാലും കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു. 6 മണിയോടുകൂടി തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി മുന്നണികൾ, അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും കൂടെ സ്ഥാനാർത്ഥികളെയും വഹിച്ചുകൊണ്ടും അതുപോലെ തന്നെ നേതാക്കളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെയായിരുന്നു കലാശക്കൊട്ട് നടന്നത്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി നടക്കുന്ന പ്രചാരണത്തിന് ഇതോടുകൂടി പരിസമാപ്തിയായി. അതായത് പരസ്യ പ്രചാരണം. ഈ നാളെ നാളെ നിശബ്ദ പ്രചരണമാണ്. വീടുകളിലെത്തുകയും വോട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നതിന്റെ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിനുശേഷമാണ് ഈ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. നമുക്കറിയാം, കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 7 ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ്, 2ാം ഘട്ട തെരഞ്ഞെടുപ്പുള്ളത്. അതിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. LDF പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രചരണ രംഗത്ത് സജീവമായത്. ഒപ്പം തന്നെ UDFനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസ് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു LDF പ്രചരണ രംഗത്ത് സജീവമായതെങ്കിൽ UDF ആകട്ടെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഉൾപ്പെടെയുള്ള അറസ്റ്റും മറ്റുള്ള വികസന മുരടിപ്പും, കഴിഞ്ഞ കാലങ്ങളിലെ വികസന മുരടിപ്പും ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു. BJP ആകട്ടെ പ്രധാനമായും ഈ ആരോപണങ്ങളെല്ലാം ഇടതിനും വലതിനെയും അവസരം പോലെ തന്നെ അവർക്കെതിരെ അവരെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായിരുന്നത്. ആ ഒരു മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും
മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്കാണ് മലബാറിലെ ജില്ലകൾ. എന്തായാലും വലിയ പ്രതീക്ഷകളുണ്ട്. 13-ന് ആണ് ഇതിന്റെ, നമുക്കറിയാം കേരളത്തിലൊട്ടാകെ 13-നാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരിക. എന്തായാലും ഇനി നെഞ്ചെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളിലേക്ക് എത്തുന്നു. എന്തായാലും പോളിംഗിന് ശേഷമായിരിക്കും ഇനിയിപ്പോ ആര് ജയിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീടുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടാകുക. എന്തായാലും പരസ്യ പ്രചരണം അല്പസമയം മുമ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനി നാളെ മുതൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങുക. സ്വപ്ന, നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. നാളെ ഒരു ദിവസം, ഇന്ന് രാത്രി, നാളെ ഒരു ദിവസം അവസാന വോട്ടും തങ്ങൾക്കായി ഉറപ്പാക്കാൻ ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ടുകൂടി കുറച്ചുകൂടി പ്രാദേശികമാണ്, കുറച്ചുകൂടി സൗഹൃദപരമാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രവർത്തകരടക്കം ഇത് ആഘോഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് കാസർഗോഡത്തെ വിശേഷങ്ങൾ കൂടി അറിയാം, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കൂടി അറിയാം. അനൂപ് ചേരുകയാണ്. അനൂപ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കോട്ട നിലനിർത്താൻ, ഈ പറഞ്ഞതുപോലെ തിളക്കം കൂട്ടാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു തിരിച്ചു വരാനുള്ള ഒരു വരവ്, അതിനുവേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ സംഘടന. എന്തായാലും കാസർഗോഡ് കൊട്ടിക്കലാശം, സപ്തസംഗമ ഭൂമിയാണ് കൊട്ടിക്കലാശം. അതിൻ്റെ കളർ എത്രത്തോളമായി? കലാശക്കൊട്ടിൻ്റെ ആവേശോജ്വലമായ കാഴ്ചയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി കാണാൻ കഴിഞ്ഞത്. കാസർഗോഡ് നഗരസഭയിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും നീലേശ്വർ നഗരസഭയിലും മറ്റു ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം തന്നെ ആവേശോജ്വലമായ ഒരു പരിസമാപനമാണ് നമുക്ക് കലാശക്കൊട്ടിൻ്റെ വേളയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ആവേശോജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു LDFിൻ്റെ കലാശക്കൊട്ട് സമാപിച്ചത്. അതുപോലെ തന്നെ ആ സമയം തന്നെ BJPയുടെ കലാശക്കൊട്ടും മറുഭാഗത്തുകൂടി കടന്നു വന്ന് സമാപനത്തിലേക്ക് കടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വലിയ നിലയിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു എന്നത് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആവേശകരമായി പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തടിച്ചുകൂടി വാദ്യമേളങ്ങളോടുകൂടി പ്രകടനമായി എത്തുന്ന കാഴ്ച കണ്ടു നിന്നവരെയെല്ലാം ആവേശത്തിലാഴ്ത്തി. നൂറുകണക്കിന് ആളുകൾ നഗരമധ്യത്തിലും റോഡ് പരിസരങ്ങളിലുമായി തടിച്ചുകൂടുകയുണ്ടായി. ഈ കലാശക്കൊട്ട് കാണുന്നതിന് വേണ്ടി 38 ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 3 നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വീറുറ്റ പോരാട്ടത്തിനാണ് ഇനിയുള്ള നിമിഷങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. കാസർഗോഡ് നിന്ന് അനൂപാണ് കൊട്ടിക്കലാശത്തിൻ്റെ വിശേഷങ്ങളുമായി ചേർന്നത്. മലപ്പുറത്തേക്ക് എത്തിയാൽ മലപ്പുറത്തും ആവേശം നിറഞ്ഞ കലാശക്കൊട്ട് തന്നെയാണ്. അധികൃതരുടെ നിയന്ത്രണം അടക്കമുണ്ടായിരുന്നെങ്കിലും ആ അവസാന നിമിഷങ്ങളൊക്കെ പ്രവർത്തകർ അങ്ങേയറ്റം ആവേശത്തിലാക്കി. വിവിധയിടങ്ങളിൽ ഒരു പ്രത്യേകത, ഈ പറഞ്ഞതുപോലെ ഒരു നഗരകേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം അത് പലയിടത്തും ഉണ്ടായില്ല എന്നാണ്. അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ പറഞ്ഞതുപോലെ നഗരകേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം ഇത്തവണ പലയിടത്തും ഉണ്ടായില്ല. ഈ UDF LDF പ്രവർത്തകർ, NDA പ്രവർത്തകരടക്കം പല സ്ഥലങ്ങളിൽ അവസാന നിമിഷം വരെ പക്ഷേ സജീവമായിരുന്നു വോട്ടുറപ്പിക്കാൻ. അങ്ങനെയുള്ള ഒരു ചിത്രമാണ് ലഭിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും മലപ്പുറത്തും അവസാന നിമിഷങ്ങൾ മുന്നണികൾ ആവേശഭരിതമാക്കി. കലാശക്കൊട്ടിന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ച് തന്നെയായിരുന്നു ഇത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നഗരങ്ങളിൽ ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ സംഘർഷം ഒഴിവാക്കാനായി നേരത്തെ തന്നെ അധികൃതർ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ച് തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കലാശക്കൊട്ട് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പ്രവണത വേണ്ട, അതാത് പാർട്ടികൾ വ്യത്യസ്ത ഇടങ്ങളിൽ അവർക്ക് കഴിയാവുന്ന രീതിയിൽ പ്രചരണം നടത്താമെന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ജില്ലയിൽ വ്യാപകമായി ഉണ്ടായത്. പക്ഷെ പലയിടങ്ങളിലും പ്രവർത്തകർ വലിയ ആവേശത്തിൽ ഒത്തുകൂടുന്ന കാഴ്ചയുണ്ടായിരുന്നു. പൂക്കോട്ടൂരിൽ LDF UDF പ്രവർത്തകർ ഒരുമിച്ച് കൂടി ഇവിടെ ഒരു ആവേശം പരിധി വിട്ടപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നേതാക്കൾ ഇടപെട്ട് അവരെല്ലാം ശാന്തരാക്കി. അതുപോലെ തന്നെ അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ കൊട്ടിക്കലാശം ആവേശഭരിതമാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. മുന്നണികൾ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിരുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് പ്രധാനമായും സ്വർണ്ണക്കൊള്ള തുടങ്ങിയ കാര്യങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയമായി വരുന്നത്. പക്ഷെ മലപ്പുറത്ത് ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി ഇതിനോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കി. ഈ LDF പ്രവർത്തകർ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി വിഷയമാണ് ഇവിടെ പ്രധാനമായും ചർച്ചാ വിഷയമാക്കിയത്. എന്നാൽ UDF ആകട്ടെ ഇതിൽ പതറാതെ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെല്ലാം ഇത്തരം ആരോപണം ഉണ്ടായിട്ടും വോട്ടിംഗ് നില വർദ്ധിപ്പിക്കാനായതിന്റെ ആവേശത്തിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ബന്ധത്തെ വളരെ അനുകൂലിച്ചുള്ള ഒരു പ്രചരണം തന്നെയാണ് UDF പ്രവർത്തകർ നടത്തിയത്. LDF സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിനുള്ള എതിർപ്പ് മുതലെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ UDF അതിൽ പതറിയില്ല. അക്കാര്യം അവർ അഡ്മിറ്റ് ചെയ്ത് തന്നെ
തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ വികസന പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമായി. എന്തായാലും വലിയ ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. അവസാന നിമിഷവും സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് പരമാവധി വോട്ടുകൾ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സ്വപ്ന. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തൃശ്ശൂരിൽ നിന്ന് കലാശക്കൊട്ടിൻ്റെ വിശേഷങ്ങൾ കൂടി അറിയാം. നമുക്കറിയാം, കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇടതിനോടൊപ്പം നിന്നതാണ്. പക്ഷേ ഇത്തവണ BJP തൃശ്ശൂർ കോർപ്പറേഷൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഈ സ്വരാജ് ഗ്രൗണ്ടിലാണ് കലാശക്കൊട്ടിൻ്റെ എല്ലാ മേളങ്ങളും അരങ്ങേറിയത്. ഹരീഷിലേക്കാണ്. ഹരീഷ്, അവസാന നിമിഷങ്ങളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം അവസാനിക്കുന്ന നിമിഷങ്ങളാണ്. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു നിമിഷം. ശക്തൻ്റെ തട്ടകത്തിൽ എത്രത്തോളം കൊട്ടിക്കയറി കലാശക്കൊട്ട്? തൃശ്ശൂരിൽ കലാശക്കൊട്ടിന്റെ അവസാന നിമിഷങ്ങളാണ്. സ്വരാജ് റൗണ്ടിൽ ജനനിബിഡമായ ഒരു സാഹചര്യമാണ്. 3 വർഷങ്ങളിലായി ബാരിക്കേഡ് വെച്ചാണ് 3 മുന്നണികളും അവരുടെ ശക്തി തെളിയിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ആരവമാണ്. എല്ലാം പൂരമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ എല്ലാം ആഘോഷമാക്കി മാറ്റുന്ന തൃശ്ശൂർക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പും അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളും ആഘോഷമാക്കി മാറ്റുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരാണ് ശക്തി എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അത്രത്തോളം ആരവമാണ്, ആഘോഷമാണ്. താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ 3 മുന്നണികളും അവരുടെ ആ ശക്തി അവസാന നിമിഷം കാഴ്ചവെക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ കലാശക്കൊട്ടിന്റെ അവസാന നിമിഷങ്ങളാണിത്. അത്രത്തോളം വലിയ ജനക്കൂട്ടമാണ് നമുക്ക് ഈ ഒരു തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെങ്ങും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ആവേശം അത് ഒരു പൂരത്തിനോളം, അല്ലെങ്കിൽ ഒരു പൂരം എന്ന പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പും അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആരാണ്, ഏത് മുന്നണിയാണ് ഈ ശക്തി പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നത് മനസ്സിലാവുന്നില്ല. അത്രത്തോളം ശക്തി, അല്ലെങ്കിൽ അത്രത്തോളം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം, ആ കൊട്ടിക്കലാശം, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP NDA ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ വലിയ നേതാക്കൾ, മുന്നണികളുടെ നേതാക്കൾ, ജില്ലാ നേതൃത്വം അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസിന്റെ രാജൻ പല്ലൻ അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആ ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തും സ്വരാജ് റൗണ്ട് ഇത്തരത്തിലാണ്. ജനനിബിഡമായിരിക്കും, വലിയ ആഘോഷമായിരിക്കും. ഈ ഒരു ആരവം, ഈ ഒരു അകമ്പടിയോടുകൂടി തന്നെ ഈ ഒരു ശബ്ദഘോഷവിരുദ്ധമായ ഒരു പൂരത്തിനെന്നോണം അത്രത്തോളം ആവേശത്തോടു കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഈ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. എന്തായാലും ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു അവസാന ഘട്ടത്തെ ആഘോഷമാണ് നമ്മൾ കാണുന്നത്. 3 സ്ഥലത്തും ബാരിക്കേഡ് വെച്ച കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടാണ് ഈ 3 മുന്നണിയും അവരുടെ ശക്തി പ്രകടനങ്ങൾ അവസാന നിമിഷം കാഴ്ചവെക്കുന്നുള്ളതാണ്. ഒരു ആവേശം ഒട്ടും ചോരുന്നില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആരാണ് ഇത്തവണ തൃശ്ശൂർ എടുക്കുന്നത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിന്റെ ആവേശമാണ് ഈ ഒരു ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. ആ ഒരു ആരവം ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിനടക്കം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തൃശ്ശൂരിലെ ജനങ്ങൾ.